ഹായ് ഫ്രണ്ട്സ്, ഞാൻ സൈദ അബ്ദുൽ സലാം. ഇന്നിൻ്റെ ബാബുവിൻ്റെ സ്പെഷ്യൽ ഗീ റൈസാണ് കാണിക്കാൻ പോണത്. അതിനു വേണ്ടി ബാബു ഇതേ വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതൊരു സാധാരണ രീതിയിലല്ല, എല്ലാവരും ഗീ റൈസ് ഉണ്ടാക്കുന്ന രീതിയിലല്ല ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് ബിരിയാണിക്ക് ചെയ്യുന്ന പോലെ അരി വാർത്തെടുത്തിട്ടാണ് ബാബു നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. നല്ല പേരാണ് അതിനിവിടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്യാരറ്റ് കട്ട് ചെയ്തെടുക്കുകയാണ് ബാബു. ഇതേ നെയ്ച്ചോറിക്കുള്ള കറി ഇവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതും ബാബുവിൻ്റെ പ്രിപ്പറേഷനാണ്. ഇത് ബീഫിൻ്റെ ഗ്രേവിയാണിത്. സാൽന എന്ന് പറയില്ല നമ്മുടെ നാട്ടിൽ, സാൽന, ആ സംഭവമാണിത്. എൻ്റെ ചാനൽ സൈദാസ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനിയും എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഇത് നെയ്ച്ചോറിക്കുള്ള ഉള്ളില്ലേ? ഏലക്ക, പട്ട, ഗ്രാമ്പു, നെയ്ച്ചോറിന് ആവശ്യമായിട്ടുള്ള അത് വെള്ളത്തിലേക്ക് ഇട്ടു. കറുകപ്പട്ട ഉണ്ട്, ഏലക്ക ഉണ്ട്, ഗ്രാമ്പു ഉണ്ട്. മുഴുവനോടെയാണ് ഇട്ടിട്ടുള്ളത്. നെയ്ച്ചോറായതുകൊണ്ട് തന്നെ പൊടിയല്ല, പൗഡറല്ല ഇട്ടിട്ടുണ്ട്. ഗരം മസാലേൻ്റെ ഇത് അടുത്ത നെയ്ച്ചോറിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് കറിവേപ്പില നെയ്ച്ചോറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിലേക്ക് ബാബുവിൻ്റെ സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. വെള്ളം തിളച്ച് തുടങ്ങുന്നുണ്ട്. ഉള്ളി ഇട്ടു, ക്യാരറ്റ് ഇട്ടു. ഈ ഒരു സ്റ്റൈൽ ഓഫ് ഗീ റൈസ് എല്ലാവരും പരീക്ഷിച്ച് നോക്കണേ. ഉപ്പിട്ടു, ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. വെള്ളം തിളച്ച് വരുന്നുണ്ട്. ബാബു ഉപ്പ് നോക്കി, ഉപ്പ് കുറവാണ്, വീണ്ടും ഉപ്പിടുന്നുണ്ട്. ഉപ്പിട്ടു, ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുവാണ്. വീണ്ടും ഉപ്പ് നോക്കുന്നു. അപ്പോൾ നമ്മളിത് അടച്ച് വെച്ചിട്ടുണ്ട്. ചെമ്പ് അടച്ച് വെച്ചിട്ട് നന്നായി തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുവാണ്. അപ്പോൾ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള റൈസ് ഇവിടെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചേക്കുവാണ്. അപ്പം എപ്പോഴും അങ്ങനെയാണ്. വളരെ പൊടി അരിയാണത്. വളരെ നൈസ് പൊടി ആണ് അരി. അപ്പോൾ വെള്ളത്തിൽ ഇങ്ങനെ കുതിർത്ത് വെച്ചേക്കുവാണ് അരി. നല്ല പൊടി അരിയാണ്. വെള്ളത്തിൽ കുതിർത്ത് വെച്ചേക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വെന്തും കിട്ടും. അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വെന്തും കിട്ടും. അരി ഇത്തിരി കൂടി സൈസ് കൂടും, അരി ഇത്തിരി കൂടി വലിപ്പം കൂടും. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഈ വെള്ളം വാർത്തെടുത്തിട്ടാണ് നമ്മളിത് ആ വെള്ളത്തിലേക്ക്, തിളച്ച് വരുന്ന നെയ്ച്ചോറിൻ്റെ വെള്ളത്തിലേക്ക് നമ്മൾ ഇടുന്നത്. ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. വെള്ളത്തിൽ 1 മണിക്കൂർ മുമ്പേ നമ്മൾ ഈ ഒരു നെയ്ച്ചോറിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങുമ്പോഴേ നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണം അരി. ഇതേ അപ്പോൾ ആ ചെമ്പിൽ നിന്ന് നമ്മൾ അരി ഇട്ടിട്ടില്ല. അരിയൊക്കെ ഇട്ട് കഴിഞ്ഞ് എല്ലാ സംഭവങ്ങളും വാർത്തെടുത്തിട്ട് വെക്കാനുള്ള ഒരു ചെമ്പ് ഇവിടെ ബാബു റെഡിയാക്കി കഴിഞ്ഞു. ഇതിൻ്റെ കൂടെ ഇവിടുത്തെ ഒരു ഡാൽഡ പോലത്തെ സംഭവമാണ്. അസീലല്ല ഇത്, ഡാൽഡ തന്നെയാണ്. അറബിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡാൽഡയാണിത്. എന്തിൻ്റെയാണത്? പനമരത്തിൽ നിന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇത് ഡാൽഡയാണ്. ഡാൽഡയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ബാബു നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട്. പിന്നെ ഓയിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കാരിഫോറിൻ്റെ കനോല ഓയിലാണിത്, ഡബിൾ റിഫൈൻഡ്.
ഇട്ടാ ചോറ് വെന്ത് വരണ്ടേ? അരി ഇട്ട് കഴിഞ്ഞിട്ട് വെന്ത് വരണ്ടേ? ഇതേ അതിലേക്കൊരു സ്പൂണ് നെയ്യിട്ടു. ഇവിടെ വെക്കാനുള്ള പാത്രത്തിലേക്ക് നെയ്യിട്ടു. ഒരു സ്പൂണ് ഡാൽഡ ഇതിലിട്ടു. അതിൽ ഓയിൽ ഒഴിക്കുമല്ലോ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. നെയ്യ് ഉരുക്കാനുള്ള ടിപ്പാണ് കേട്ടോ. ആ ഉരുകാത്ത നെയ്യിൻ്റെ ടിന്നിലേക്ക് ആ ചെമ്പിൽ നെയ്യ് ഉരുക്കിയിട്ട് ഇട്ട് ടിന്നിലേക്ക് ഒഴിച്ച് ഇതേ ഇപ്പോൾ ആവശ്യമായിട്ടുള്ള നെയ്യൊക്കെ ഉരുക്കി കഴിഞ്ഞു. ഇനി ആവശ്യത്തിന് വേണമെങ്കിൽ അതിൽ നിന്ന് എടുക്കാം. ഇത് വെള്ളം നന്നായി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആ അരി വാർത്തെടുക്കുകയാണ്. വാർത്തെടുത്ത അരി അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം, കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയൊരു റെസിപ്പി കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഇങ്ങനെ വാർത്തെടുത്തിട്ട് വെക്കുന്ന നെയ്ച്ചോറിൻ്റെ ഇതിൻ്റെ ബാബുവിൻ്റെ മാത്രം സ്പെഷ്യൽ റെസിപ്പിയാണ്. ഇനി നമുക്കത് അടച്ച് വെച്ചിട്ട് നെയ്ച്ചോറ് വേവുന്ന വരെ വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇടയ്ക്ക് ഇങ്ങനെ ബാബു ടേസ്റ്റ് നോക്കുന്നുണ്ട്. അപ്പോൾ കണ്ട ബാബു ഭയങ്കര സൈലൻ്റാണ്, നമ്മളെപ്പോലെ അല്ല കേട്ടോ. അപ്പം ബാബുവിൻ്റെ ബീഫൊക്കെ ഇവിടെ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. നെയ്ച്ചോറിലേക്കുള്ള ബീഫിൻ്റെ റെസിപ്പി ഞാൻ മുമ്പേ കാണിച്ചതാണ് ബാബുവിൻ്റെ, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. ഇപ്പം ഇത് റെഡി ആയിട്ടിരിക്കുവാണ്. നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. നന്നായി തിളക്കുന്നുണ്ട് നമ്മുടെ നെയ്ച്ചോറ്. ബാബു ഇങ്ങനെ തുറന്നു നോക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടി പറയാം, വെള്ളമൊക്കെ വറ്റട്ടെ. ഇതേ അത് തിളച്ച് റെഡിയാവുന്ന സമയം കൊണ്ട് ധൃതിയിലത് ബാബു ഈ ചെമ്പിന് കത്തിച്ചു. അല്ലാഹു ഇത് എന്താ അപ്പം അത്രയും വെള്ളം വേണമല്ലേ, വറ്റിച്ചെടുക്കല്ലേ? ഞാൻ മറന്നുപോയി. വാർത്തെടുക്കണം. ഈ അരിപ്പ പാത്രം കൊണ്ടാണ് വാർത്തെടുക്കുന്നത്. എന്നിട്ട് ആ പക്കട ഉണ്ടെങ്കിൽ സുഖമായിരുന്നില്ലേ പിടിക്കാൻ. ഒരു 3/4 വേവാകുമ്പോൾ വാർത്തെടുക്കുകയാണ്, എന്നിട്ട് ദമ്മിടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു ചെമ്പിൻ്റെ സ്റ്റൗ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ബാബുവിൻ്റെ ഒരു സ്പെഷ്യൽ ഗീ റൈസാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു ദമ്മിടാനുള്ള ചെമ്പിനെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. നാട്ടിൽ നിന്ന് ബാബു ചെയ്യാറുള്ളതാണ് ഇങ്ങനെ. അപ്പം അത് ഒരു 3/4 വേവായപ്പം വാർത്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഇടുവാണ്. ഇനി ഇതിനെ ദം ചെയ്യുകയാണ് ചെയ്യുന്നത്. ബാക്കി ചോറിനെ വാർത്തെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഇവിടെ വേറൊരു പാത്രമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ കൊണ്ടുവന്ന് ബാക്കി ചോറൊക്കെ വാർത്തെടുത്തു. ഭയങ്കര ടേസ്റ്റാണിത് കേട്ടോ. എൻ്റെ മാപ്പിള ആയതുകൊണ്ട് പറയല്ല, നല്ല ടേസ്റ്റാണ് ഈ ഒരു നെയ്ച്ചോറിന്. ഞാൻ കഴിച്ചിട്ടുള്ളതാണ് നാട്ടിൽ നിന്നൊക്കെ കുറേ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഒട്ടിപ്പിടിക്കില്ല തമ്മിൽ. ഇതിങ്ങനെ നല്ല ഉതിർന്നിട്ടില്ല, ഇങ്ങനെ ഒന്നൊട്ടിപ്പിടിക്കാതെ ഇങ്ങനെ ഇരിക്കും. നെയ്യ് ഒഴിച്ചു കൊടുക്കണ്ട മുകളിൽ. അപ്പോൾ ഒരു 3/4 വേവാകുമ്പോൾ തിളച്ച് വന്നതിന് ഊറ്റിയെടുത്തതാണ്. എന്നിട്ട് ഇതിനിങ്ങനെ ദം ചെയ്യുകയാണ് ബിരിയാണി പോലെ. സിമ്മിൽ തീ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഈ നെയ്യ് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്.
നമ്മൾ ആദ്യം ഇച്ചിരി നെയ്യ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളത്തിൽ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വാർത്ത് പോയപ്പോൾ പോയില്ല. സംഗതി ഗീ റൈസ് അല്ലേ. അപ്പോൾ ഇനി ഇതിന് മുകളിലേക്ക് മല്ലിയില, പുതിനയില, കറിവേപ്പില പൊടിപൊടിയായി അരിഞ്ഞിട്ട്, പിന്നെ ഗോൾഡൻ ബ്രൗൺ കളറിൽ വലിയ ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ ഒക്കെ ഇടാം. ഗരം മസാല പൊടി വേണമെങ്കിൽ ഇടാം. അപ്പോൾ നമ്മൾ ഇപ്പം ഞങ്ങൾ ഒരു ഒനിയൻ ഫ്രൈ, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ ഒന്നും ഇടുന്നില്ല. അപ്പോൾ തീ ഓഫാക്കിയിട്ടുണ്ട്, അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങനെ ഒരു ദമ്മിൽ അങ്ങനെ ഇരുന്നിട്ട് ഇത് വേവാണ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ മുകളിൽ ഇനി പുതിനയില, മല്ലിയില, പിന്നെ ഗോൾഡൻ ബ്രൗൺ കളറിൽ നമ്മൾ വലിയ ഉള്ളി പൊരിച്ച് കോരിയത്, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ ഒക്കെ നമുക്ക് ഇടാവുന്നതാണ്. അപ്പം കാണാനും നല്ല ഭംഗിയുണ്ടാവും, ടേസ്റ്റിനും ഉപകരിക്കും. അപ്പം അതിൻ്റെ കറി ഇതേ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നെയ്ച്ചോറും ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു ബാബുവിൻ്റെ സ്പെഷ്യൽ ഗീ റൈസ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനിയും ഇങ്ങനത്തെ വെറൈറ്റി റെസിപ്പി ആയിട്ടൊക്കെ ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പം ഞങ്ങളുടെ സെയ്ദാസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ്സ് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഓക്കെ, താങ്ക് യു ഓൾ. Please watch and subscribe my channel Seydha's World. Okay, bye bye.